4 മണിക്ക് ഷാർപ്പ് 4 മണിക്ക് ചർച്ച തുടങ്ങിയതാണ്. 4 മണി മുതൽ 5:45 വരെ അവിടെ കൊണ്ടുപിടിച്ച ചർച്ച. KCയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള നിർദ്ദേശം KC ഹൈക്കമാൻഡ് യോഗത്തിൽ അവിടെ അവതരിപ്പിച്ചെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ അതിനോട് കടുത്ത വിയോജിപ്പ്, കടുത്ത എതിർപ്പ് അറിയിക്കുന്നു രണ്ട് പക്ഷങ്ങൾ. അത് രണ്ട് പക്ഷങ്ങളല്ല, രണ്ട് വ്യക്തികൾ. ആരൊക്കെയാണ്? അത് VD-യും RC-യും, VD സജി രമേശ് ചെന്നിത്തലയും. ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയത്തിനുമില്ല എന്നാരും തീരുമാനിക്കുന്നു. സീനിയോറിറ്റി പരിഗണിച്ചേ മതിയാവുമെന്ന് രമേശ് ചെന്നിത്തല അവിടെ പറയുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കനത്ത പോരാട്ടം അല്ലെങ്കിൽ സമരമുഖമായി നിന്നത് ബാക്കി പിന്തുണകൾ പരിഗണിച്ചേ മതിയാവൂ എന്ന് VD സതീശൻ പറയുന്നു. അതിനിടയിൽ തീരുമാനം അനന്തമായി നീളുമോ, അല്പസമയത്തിനും ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയിൽ ടേം വ്യവസ്ഥ എന്ന് കേൾക്കുന്നുണ്ട്. ബി ദിലീപ് കുമാർ, ഇവിടെ ടേം വ്യവസ്ഥ കേരളത്തിൽ അങ്ങനെ പുതുമയുള്ളതല്ല. രാജിവെച്ച് പുതിയ ആൾ വന്നതിനപ്പുറം ടേം വ്യവസ്ഥ എന്നൊക്കെ പറയുന്നതിനകത്തൊരു സത്യം പറഞ്ഞാൽ അധികാരത്തിന്റെ ഒരു അഭംഗിയൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട് ടേം വ്യവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തുമൊക്കെ 2 മന്ത്രിമാർ ആ നിലയിൽ ടേം വ്യവസ്ഥ പ്രകാരം പോയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത് അസാധാരണമായ ഒരു നടപടിക്രമമാണ്. അതിനോട് എങ്ങനെയായിരിക്കും ഈ നേതാക്കൾ പ്രതികരിക്കുക? അത്തരം നിർദ്ദേശം വെക്കുകയാണെങ്കിൽ ഏതായാലും ഇപ്പോൾ 3 പേരും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പിന്നോട്ട് പോകാൻ ഇതുവരെ ഈ 3 നേതാക്കളിൽ ആരും തയ്യാറായിട്ടുമില്ല. ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്ന തീരുമാനമാണ് നിർണായകം. നമുക്കറിയാം, ഹൈക്കമാൻഡിന്റെ ചുവടുകളും തീരുമാനങ്ങളും പിഴച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഈ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിന് ആ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടിക്ക് തന്നെ ഇടയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് സമീപകാല സംഭവങ്ങൾ തന്നെ ധാരാളമായുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ശോഷിച്ചു വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നത് ഹൈക്കമാൻഡ് പലപ്പോഴും എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് നമ്മൾ നോക്കൂ, പല സംസ്ഥാനങ്ങളിലും പഞ്ചാബ് ആകട്ടെ, ഹിമാചൽ പ്രദേശ് ആകട്ടെ, മധ്യപ്രദേശ് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, അങ്ങനെ തെലങ്കാന, ഇപ്പോൾ തെലങ്കാനയിൽ അവിടെ രേവന്ത് റെഡ്ഡിയെ നിയമിച്ചിരിക്കുന്നു. അതിനു മുമ്പ് ആന്ധ്രയിൽ റോസയ്യെ മുഖ്യമന്ത്രിയായി YS രാജശേഖര റെഡ്ഡി മരിച്ചതിന് ശേഷം ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നേതാക്കൾ പോയി അവിടെ ചർച്ച നടത്തി റോസയ്യെ മുഖ്യമന്ത്രിയാക്കുന്നു. പിന്നെ കിരൺകുമാർ റെഡ്ഡി വരുന്നു. അങ്ങനെ ആ സംസ്ഥാനം പിന്നീട് കോൺഗ്രസിന് ഏതാണ്ട് ഒരു ബാലികേറ മല എന്ന നിലയിലേക്ക് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതും അവിടെ പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി സ്വന്തം പാർട്ടി രൂപീകരിച്ച് അധികാരത്തിൽ വരുന്നതും YSR കോൺഗ്രസ് രൂപീകരിച്ച് അധികാരത്തിൽ വന്നതിനുമൊക്കെ നമ്മൾ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. റോസയും ചരൺ സിംഗ് തന്നെ കൊണ്ടുവരുന്നതിന് കാരണം എന്താണെന്ന് ഹൈക്കമാൻഡ് അന്ന് റോസയ്ക്ക് തീരെ വയ്യ, അതായത് കാഴ്ച പരിമിതി, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരാളെ എന്തിനു കൊണ്ടുവന്നു ഇപ്പോഴും എന്താ അവ്യക്തമാണ്. അന്ന് ഇതുപോലെയാണ്. മറുപക്ഷത്ത് ജഗൻമോഹൻ റെഡ്ഡിയാണ്. അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡി അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചതുകൊണ്ടാണ് ഈ ദുര്യോഗം ഇന്ന് ആ പാർട്ടിക്കുണ്ടായത്. മധ്യപ്രദേശിൽ നോക്കൂ, കമൽനാഥിനെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കുന്നു. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ കുറേ MLA-മാരുമായിട്ട് BJP-യിലേക്ക് പോകുന്നു. അങ്ങനെ അവിടുത്തെ സംസ്ഥാനങ്ങളിലെ പൾസ് തിരിച്ചറിയുന്നതിൽ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീട് ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ തിരിച്ചടിക്ക് കാരണമായിട്ടുമുണ്ട്. അതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ വിലയിരുത്തുന്നുണ്ടാകാം. കേരളത്തിൽ അത്ര, കാരണം 3 പേരും അത്ര ഒരു, നേരത്തെ റോസയ്യയുടെ കാര്യം പറഞ്ഞതുപോലെ അല്ല. 3 പേരും നല്ല ആരോഗ്യവാന്മാരായ നേതാക്കളാണ്, ജനകീയ ബന്ധമുള്ളവരാണ്, ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ നിലയിൽ ഒരു തിരിച്ചടി കേരളത്തിൽ ഉണ്ടാകില്ലെങ്കിലും കേരളത്തിലും ഈ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ഘടകങ്ങളും കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചേക്കും എന്ന് പറഞ്ഞാൽ ഈ പോയ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടത് തെരുവുകളിൽ നിറയുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു. അത് എവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തെരുവുകളിൽ നിറയുന്ന പ്രവർത്തകരെ കണ്ടു. പ്രവർത്തകർ തെരുവിൽ നിറയുന്നത് ഒരുപക്ഷെ സംഘടനാ ചട്ടക്കൂടിന് ചേരുന്ന അല്ലെങ്കിൽ കൂടിയും ജനാധിപത്യത്തിൽ അതൊന്നും ഉണ്ടായിക്കൂടാ എന്ന് പറയാനും കഴിയും. പക്ഷേ ഫ്ലെക്സുകളിൽ വരയ്ക്കുക, കീറുക, ഫ്ലെക്സുകളിൽ തുപ്പുക എന്ന് രാവിലെയൊക്കെ നമ്മൾ ലൈവിൽ നിൽക്കുമ്പോൾ ഷഫീദ് റാവത്തിൽ പറഞ്ഞ ഒരാൾ വന്ന് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി VD സതീശന്റെ ഫ്ലെക്സിന് നേരെ തുപ്പുക, ഇടിക്കുക എന്നൊക്കെ പറയുന്ന നൽകുന്ന സന്ദേശം മഹാമോശാദാ വീണ്ടും പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ അനുകൂല പ്രകടനം ഇപ്പോഴും നടക്കുകയാണ്. അവിടെ ഈ സമയത്ത് ഒരുപക്ഷെ ഈ പറയുന്ന ശക്തി പ്രകടനങ്ങൾ ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളിയാണ് എന്ന മട്ടിൽ ബാക്കി പക്ഷങ്ങൾ അവിടെ ഹൈക്കമാൻഡ് മുന്നിൽ വെക്കുന്നു എന്ന ചില സൂചനകൾ പുറത്തേക്ക് വന്നു. KPCC ഓഫീസിൽ നിന്ന് വാറോലകൾ, അച്ചടക്കത്തിന്റെ വാറോലകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് ഈ പ്രകടനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നോട്ട് വരുന്നു. ഇതൊരുപക്ഷെ നേതാക്കൾ ഇവരിൽ ഉണ്ടാകില്ല. പക്ഷേ ഈ പറയുന്ന KPCC കൊടുത്ത് നോട്ടീസ് കൊടുത്തവരിൽ 15 പേർ നേതാക്കളാണ്. അത് എന്താണ്, മിഡിൽ ലെവൽ നേതാക്കളൊക്കെയാണ്, അല്ലെങ്കിൽ താഴത്തെ നേതാക്കൾ തന്നെയാണുള്ളത്. ഇത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് കോഴിക്കോട് നിന്നും അവിടെ ഇന്നിപ്പോൾ VD സതീശൻ അനുകൂലമായ അങ്ങനെ കാര്യമായ പ്രകടനം കണ്ടിരുന്നില്ല. പ്രകടനത്തിന് പക്ഷേ ഇന്നത്തെ ആദ്യത്തെ പ്രകടനമാണ് കോഴിക്കോട്ടെ പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പ്രകടനം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഈ പ്രകടനം അടക്കം ഒരുപക്ഷെ അതിനകത്ത് K കരുണാകരൻ, ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ചിത്രം അടക്കം വെച്ചുകൊണ്ടാണ് VD സതീശൻ അഭിവാദ്യങ്ങൾ എന്ന ബാനറിലുള്ള. ഹാഷ്മി, അല്പം മുമ്പ് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അതിനു മുമ്പ് ജയന്തുമൊക്കെ, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാവായ ജയന്തുമൊക്കെ ഈ പ്രകടനങ്ങളെ തള്ളിപ്പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ചൂടാറും മുമ്പാണ്, ആ പ്രസ്താവനയുടെ ചൂടാറും മുമ്പേ
ഇതാ കോൺഗ്രസ് പ്രവർത്തകർ അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ കോഴിക്കോട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് VD സതീശന് വേണ്ടി. അച്ചടക്കത്തിന്റെ വാളോങ്ങൽ ആർ ശ്രീത്ത് വരുന്നു. ശ്രീത്ത്, ഈ അച്ചടക്കത്തിന്റെ വാളോങ്ങൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിൽ എപ്പോഴും വർക്കൗട്ട് ആവുന്ന ഒന്നല്ല. അത് പ്രത്യേകിച്ച് അച്ചടക്കത്തിന്റെ വാളെന്ന് പറയുന്നത് കേഡർ പാർട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കൽ CPM-നെ ഒരുപക്ഷെ BJP-ക്ക് ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെ അത് സാധ്യമാണോ? അച്ചടക്കത്തിന്റെ വാളോങ്ങി ഈ പറയുന്ന പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഇനി വരും ദിവസങ്ങളും അത് പ്രതീക്ഷിക്കണമല്ലോ ശ്രീത്ത്. ഹാഷ്മി, അച്ചടക്കത്തിന്റെ വാളങ്ങൾ കോൺഗ്രസിൽ മറ്റ് കേഡർ പാർട്ടികളെ പോലെ അത്ര രൂക്ഷമായിട്ട് ഇറങ്ങുക പതിവല്ല. എന്നാൽ സൗണ്ട് ശ്രീത്ത് പറഞ്ഞോളൂ, അത് ശരിയോ? കേൾക്കാം. കോഴിക്കോട്ട് VD സതീശനായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പട നയിച്ചവൻ നാടു നയിക്കും, VD സതീശൻ അഭിവാദ്യങ്ങൾ എന്ന ബാനറുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഡൽഹിയിൽ അതേസമയം തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള യോഗം തുടരുകയാണ്, കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഡൽഹിയിലുണ്ട്. 4 മണിക്ക് തുടങ്ങിയ നിർണായക യോഗം ഇപ്പോഴും രാജാജി റോഡിലെ 10-ാം നമ്പർ വസതി, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതി, ആ വസതിയിൽ ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.